ജൂൺ മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടു കൂടി നടക്കുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്നവർക്ക് ജൂൺ 20 മുതൽ ഒരു മാസത്തെ പെൻഷൻ തുകയായ 1600 രൂപയുടെ വിതരണം ആരംഭിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അറിയിച്ചിരുന്നത്. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം പേർക്കാണ് ഈ തുക എത്തിച്ചേരുമെന്ന് അറിയിച്ചിരുന്നത്. സാധാരണഗതിയിൽ ഓരോ മാസത്തിലും 25-ാം തീയതിയൊക്കെ കഴിഞ്ഞാണ് പെൻഷൻ വിതരണം ആരംഭിക്കാറ്. എങ്കിലും ഇത്തവണ നിലമ്പൂർ ഇലക്ഷനൊക്കെ പ്രമാണിച്ച് 20 മുതൽ പെൻഷൻ നൽകുമെന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പുകൾ വന്നിരുന്നത്. എന്നാൽ ജൂൺ 20 ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ തുക എത്തുകയില്ലെന്ന് ഇപ്പോൾ ഏതാണ്ട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. പ്രധാന കാരണം ഫണ്ട് ഷോർട്ടേജ് ആണെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഭാഗികമായി സഹകരണ ബാങ്ക് ജീവനക്കാർ വഴിയുള്ള വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ആയിരിക്കും ആദ്യം തുടങ്ങുക. കഴിഞ്ഞ മാസവും ക്ഷേമ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ച തീയതിയിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ വിതരണം നടന്നിട്ടില്ലായിരുന്നു. അതേസമയം വീടുകളിൽ നേരിട്ടും പെൻഷൻ വാങ്ങുന്നവർക്ക് തുക വിതരണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ക്ഷേമ പെൻഷൻ വിതരണത്തിനും അടുത്ത മാസത്തിലെ ശമ്പളത്തിനുമായി 2000 കോടി രൂപ കടമെടുക്കുവാൻ ഇതിനിടെ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. റിസർവ് ബാങ്കിൻ്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഈക്ബർ പോർട്ടൽ വഴിയാണ് 2000 കോടി രൂപ സംസ്ഥാന സർക്കാർ കടമെടുക്കുന്നത്. ഇതിനായി കടപ്പത്ര ലേലം ജൂൺ 24 ചൊവ്വാഴ്ചയാണ് നൽകുക. ഈ ഫണ്ട് കൂടി എത്തിയ ശേഷമായിരിക്കും സംസ്ഥാനത്ത് പൂർണ്ണ തോതിലുള്ള പെൻഷൻ വിതരണം നടക്കുക എന്നതാണ് ലഭ്യമായ വിവരം. ജൂൺ 20 വിതരണം നടക്കുക എന്ന് പറഞ്ഞെങ്കിലും എല്ലാ മാസവും ഇതുപോലെ പ്രഖ്യാപിച്ച തീയതി മുതൽ 2 ആഴ്ചയോളം സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ഉണ്ടാകുന്നുണ്ട്. ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള വിതരണം 2-3 ദിവസങ്ങളിൽ കൊണ്ട് പൂർത്തിയാക്കുമെന്നും സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്നതിന് ഏകദേശം 10 ദിവസങ്ങളൊക്കെ എടുക്കാറുണ്ട്.